എല്ലാ പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. കരാട്ടയിൽ തന്റെ കഴിവ് തെളിയിക്കാനെത്തിയ ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയുടെ കഥയാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ. കായികാഭ്യാസിയായ ഒരു പെൺകുട്ടിക്ക് നല്ല മനോധൈര്യവും കാണുമല്ലോ. പക്ഷേ ഈ പ്രകടനത്തിൽ സംഭവിച്ചത് തമാശക്ക് തള്ളിയാലും ചിലപ്പോൾ ഉരുണ്ട് വീണ് ചത്തുപോയി കഴിഞ്ഞാൽ കേസ് കൊലപാതക കേസാണ്. ഒരു പെൺകുട്ടിയുടെ കരാട്ടെ ദുരന്ത കഥ. ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്ന ഒരു സംഘം സുഹൃത്തുക്കളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെടലായോ? സുനൈന എന്ത് ചെയ്യുന്നു? ഫൈനൽ ഇയർ ബിടെക് ആണ് ചെയ്യുന്നത്. ബിടെക്കിൽ എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസ് എടുത്തിരിക്കുന്നത്. സഫ്വാൻ ബിടെക് ഫൈനൽ ഇയർ ആണ്. സെയിം ക്ലാസ്. എൻ്റെ ഒരു സിരാജ് ജൂനിയർ. ഞാൻ സെയിം കോളേജിലാണ്. സെയിം. ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളവർ? കൂടെ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛനമ്മ, പിന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സാണ്. പിന്നെ ബാക്കിലിരിക്കുന്നത് എല്ലാം എൻ്റെ സ്വന്തം ഫ്രണ്ട്സ്. എന്താണ് ഇദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കാര്യം? ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ സുനൈനയ്ക്ക് ഒരു സ്പെഷ്യൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഞങ്ങളുടെ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ബർത്ത്ഡേക്ക് അവളുടെ ഫേവറേറ്റ് പ്രോഗ്രാമിൽ തന്നെ ഒരു പണി കൊടുക്കാൻ വിചാരിച്ചു. വീട്ടിലെ ആളെങ്ങനെ? കാണുന്ന പോലെയല്ല, ഭയങ്കര ഒരു വില്ലെത്തിക്കാണ്. ആണോ? ഇടിക്കുകയൊക്കെ ചെയ്യൂ? അയ്യോ, അതാണ് ഏറ്റവും മെയിൻ. ഈ കരാട്ടെ പിടിച്ച ഒരു പ്രശ്നം കൊണ്ട് അതൊക്കെയാണ്. ശരിക്കും ഭയങ്കര ഗേളിഷ് ആണെന്നേ പറയാൻ പറ്റില്ല. ഫുൾ എന്താ ഇദ്ദേഹത്തിനെ കരാട്ടയ്ക്ക് വിടാൻ കാര്യം? 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയാണ്. പിന്നെ 10th വരെ പഠിച്ചു. ആർക്കാണ് ഇത് ഇങ്ങനെ കരാട്ടയ്ക്ക് മോളെ വിടണമെന്ന്? എനിക്ക് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ് നടക്കുന്നതുകൊണ്ട് കണ്ടപ്പോൾ എനിക്കൊന്ന് വിട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിട്ടു. അപ്പോൾ അവളതിൽ നല്ല താല്പര്യത്തോടു കൂടി പഠിച്ചു. ബ്ലാക്ക് ബെൽറ്റ് കിട്ടി. ഇദ്ദേഹം കരാട്ടയാണോ കുങ്ഫു ആണോ? കരാട്ടെ. എന്ത് സ്റ്റൈലാണ്? വടോക്കായി. നിങ്ങൾ വടക്ക് അയ്യോ അല്ല, ഫൈറ്റ് വിത്തൗട്ട് വെപ്പൺസ് ആണ്. വടോ റിയു പറയും, ആ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാൾ വെച്ച് വെട്ടാൻ ഓടിച്ചാലോ? അതിനുള്ള ഫൈറ്റിംഗ് സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓടി രക്ഷപ്പെടുന്നതല്ലേ നല്ലത്? ഒരു പരിധി വരെ അതൊക്കെ തന്നെയാണ്. ഏത് ബെൽറ്റ് ആണ്? ഗ്രീനോ ബ്രൗണോ? അല്ല, ബ്ലാക്ക് ആണ്. ബ്ലാക്ക്. ഏത് ലെവലാണ്? ബ്ലാക്കിന് തന്നെ കുറേ ഇല്ലേ? ഉണ്ട്, ഡാനുകളുണ്ട്. പിന്നെ ഫസ്റ്റ് ലെവല്. ഈ കോളേജിൽ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഇടയ്ക്ക് പ്രോഗ്രാംസ് വരുമ്പോൾ ഇവളുടേതായിട്ടുള്ള ഈ ഹോളോ ബ്രിക്സ് തലയെ വെച്ച് ചുറ്റിയൊക്കെ അടിച്ചു പൊട്ടിച്ചു. അത്ര റേഞ്ചൊന്നും എത്തിയില്ല. അത് കരാട്ടയിലെ ഐറ്റം അല്ലേ, അത് സർക്കസിലെ ഐറ്റം. ഞാൻ ആ ലെവൽ വരെ ഒന്നും എത്തിയില്ല. സുനൈനെ എങ്ങനെ ഇവിടെ എത്തിച്ചത്? ഇത് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞത്, അതായത് ഇവിടെ എറണാകുളത്ത് ഒരു ലോക്കൽ ചാനലിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സോ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അവളെ. ലോക്കൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ്, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽ കോളേജിലെ പിള്ളേരുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവൾ നല്ല ഇൻട്രസ്റ്റ് ആയി. ചാനലിൽ നിന്നൊരു പ്രോഗ്രാമിന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആളായല്ലോ. പിന്നെ ഞങ്ങളുടെ ഒരു മിസ്സും കൂടി വിളിച്ചു പറഞ്ഞു, മെജി മിസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മിസ്സുണ്ട്. മിസ്സ് വിളിച്ചു പറഞ്ഞു ഇവൾക്ക് ഇങ്ങനെ പ്രോഗ്രാം കോളേജിൽ അന്വേഷിച്ചിരുന്നു നിന്നെ. അപ്പോൾ ഞങ്ങൾ നിൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജുകളുടെ ഒരു പെരുമഴയായിരുന്നു, ഒരു രക്ഷയില്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. വളരെ എല്ലാവരും വിളിച്ചു പറയലും കോളേജ് മൊത്തം ആള് ചെറിയൊരു സെലിബ്രിറ്റിയാ. പൊതുവെ കോളേജിലെ സെലിബ്രിറ്റി. ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ട് അവിടെ അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. കോളേജിന്റെ അന്ന് അവിടെ എന്തൊക്കെയാ സംഭവിച്ചുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പേരെങ്ങനെ? സുനൈന. എവിടുന്നാ വരുന്നത്? പാലക്കാട്. ഓക്കെ. കുൻഫു പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആക്ച്വലി കരാട്ടയാണ് പഠിക്കുന്നത്. കരാട്ടയാണ്. ഓക്കെ. ഇപ്പൊ എത്ര നാളായി? ഞാൻ കുറെ കൊല്ലായി, അതായത് LKG മുതൽ സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയതാണ്. ഓക്കെ. എവിടുന്നാ പഠിക്കുന്നത്? പാലക്കാട് തന്നെയാണ് തുടങ്ങിയത്. ട്രെയിൻഡ് ആണോ? അപ്പൊ നല്ല ട്രെയിൻഡ് ആണ്. 12th സ്റ്റാൻഡേർഡിലാണ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയത്. ഓക്കെ. നമുക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും സിംഗിൾ സ്റ്റെപ്സ് സ്റ്റെപ്സ് എങ്ങനെയാ? അത് ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഓഡിയൻസിന് കാണാൻ വേണ്ടി ജസ്റ്റ്.
മാർഷൽ ആർട്സ് പഠിക്കുന്നതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ വുമൻസിന് എത്രത്തോളം യൂസ്ഫുൾ ആണ്? ശരി. അതായത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് നല്ല യൂസ്ഫുൾ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ന്യൂസ് ഇപ്പോൾ പേപ്പർ തുറന്നാൽ തന്നെ കാണുന്നത് ജസ്റ്റ് ഗാങ് റേപ്സും അങ്ങനത്തെ വുമൻസിന് ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ഇത് ഒരു കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. അതായത് അല്ലാണ്ട് ഒരു സെൽഫ് ഡിഫെൻസിനെക്കാട്ടിയും കൂടുതൽ ഒരു മൈൻഡ് പവർ ആണല്ലോ ശരിക്കും. അതിന് ഒരു മനസ്സിനൊരു ശക്തി ഉണ്ടാവുമല്ലോ. കുൻഫു പഠിച്ച സ്റ്റൈൽ ഏതാ? ഞാൻ പഠിച്ചത് വഡോക്കായ് എന്ന് പറഞ്ഞിട്ട് വഡോറു സ്റ്റൈലാണ്, ജപ്പാൻ സ്റ്റൈലാണ് അത്. ഫ്രണ്ട്ലി മാച്ച് നോക്കിയാലോ? നമുക്ക് ഇവിടെ ഒരാളുണ്ട്, നോക്കാം. നമ്മൾ വീട്ടിൽ ലോറൊക്കെ ചെയ്തില്ലേ, ആ സ്റ്റൈല് തന്നെ അദ്ദേഹത്തിനോട് ചെയ്യാം. അപ്പം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധനം റെഡിയാകാം. ആളിനെ വിളിക്കാമോ? പഠിച്ചതാ, ഒന്ന് ചെയ്ത് നോക്കിയോ? ബ്ലോക്ക് ചെയ്ത് നോക്കി, അല്ല പഞ്ച് ചെയ്ത് നോക്കി. സ്റ്റൈൽ വ്യത്യാസമുണ്ടല്ലേ? ഞാൻ ബ്ലോക്ക് ചെയ്യാം. പഞ്ച് ഇതാണോ പഞ്ച്? അപ്പോൾ ജസ്റ്റ് പഞ്ച് ചെയ്യും. അറിയില്ല, ഫസ്റ്റ് ഞാൻ ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് പിന്നെ ഒരു പഞ്ച് ചെയ്തോളൂ. ഷുവർ, ഓക്കെ. നേരെ ഫുൾ പഞ്ച് ചെയ്തിട്ട് ഞാൻ ലോക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. അടിച്ചിട്ട് ബെൻഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, റെഡി? രണ്ടുപേരും റെഡി അല്ലേ? ഓക്കെ. 床前明月光，疑是地上霜。抬头望明月，低头思故乡。ശ്രദ്ധിച്ചോണേ. ഇല്ല ഇവിടെ അത് സ്ലിപ്പായതാ. ഈ സാധനം ഇവിടെ നിന്ന് താഴെ. ഒരുപാട് സ്ഥലം ഇല്ലാത്ത നീ കുറച്ചുകൂടെ അവിടെ കയറി നിൽക്കും ക്യാമറയ്ക്ക്. മനസ്സിലായി. ആ പവർ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല ജസ്റ്റ് എനിക്ക് അയാൾക്ക് അയാൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലായിരുന്നു. അല്ല എനിക്കിപ്പോ അയാള് ജസ്റ്റ് ട്രെയിൻഡ് അല്ലാന്ന് മനസ്സിലായി. എനർജി പറയല്ലേ? ഞാൻ അടിക്കുമ്പോ അയാൾക്ക് വേദനിക്കരുതല്ലോ. തനിക്ക് സ്ട്രെങ്ത് കൂടുതലാന്ന് തോന്നുന്നു. അതാ പറഞ്ഞ. അപ്പൊ അയാൾക്ക് ഇനി പെയിനാ വരുതല്ലോ. എനിക്ക് ബുദ്ധിമുട്ടില്ല, അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് ആ കാണുന്നതല്ല, അത് കുഴപ്പമില്ല, ക്യാരി ചെയ്യുന്നില്ലേ? അതാണ് അവൻ അടിക്കി പറയാം. ഞാൻ അടിക്കുന്നുണ്ട്, അവനത് പോരാത്ര. അവൻ അടിക്കിയത് ഞാനിപ്പോ ലാസ്റ്റ് കൊടുക്കാന്നായിരുന്നു. ഞാൻ അടിച്ചു വന്നു. ഫേസ് അല്ലാണ്ട് വേറെ എവിടെ ആണെങ്കിൽ അടിച്ചു വന്നു. അത് ഞാൻ അവനെ വെയിറ്റ് ചെയ്താണ്, അല്ലാണ്ട് അവൻ സ്ലിപ്പ് ചെയ്തല്ല. അത് അവന് കാല് വാരിയതാണ്. പക്ഷെ അവൻ ഭയങ്കര പേടി. അതാ പിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ. അല്ല അവന് എന്ത് അവന് വേനിക്കാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇടിച്ചാൽ നല്ല വേനിക്കുവേ. എനിക്ക് നല്ല പവറുണ്ട്. അവൻ അടുക്കി പറഞ്ഞു. അതെനിക്കൊരു പ്രശ്നമില്ല സീരിയസ്ലി, ബിക്കോസ് ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ്. പക്ഷെ എനിക്ക് വേദനിക്കുന്നില്ല, ഒരു പേടി മാത്രം. ഞാനിപ്പോ അത് ഞാൻ ശരിക്കും ചെയ്തതാണ്. മനസ്സിലായി. റെഡിയല്ലേ?
കോഴ്സ്. ഓക്കെ, തട്ടിയോ? തട്ടിയോ? എന്ത് കുഴപ്പമില്ല ഉണ്ടോ? ഇരിക്കണോ? വേറെ എന്താ പ്രശ്നം പറ. ഹലോ, എന്താ പ്രശ്നം പറ. ഇത് ചെയ്തോളാന്ന് പറയട്ടല്ലേ? അവൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഞാൻ അതാ ചോദിച്ചേ. ഞാൻ അതാ പറഞ്ഞേ. നിങ്ങളെന്തോ എന്തോ വർത്താനോ കൊച്ചിനെ എന്തായാലും പറ്റി. ഇയാൾ കാണാൻ പാടില്ല. ഇത്ര ആൾക്കാരൊന്നും ഇത് ചെയ്തോണ്ടിരിക്കും. കൊച്ചിനെ പറ്റുന്ന കാര്യം പറയാം. എന്താണെന്ന് ആദ്യം നോക്കത്. ഇയാള് പറഞ്ഞല്ലോ ഇയാള് ഇത് ചെയ്യാൻ എന്താടി ഇത്? എടി ഇപ്പൊ എന്താടി ഇത്? ആരെന്ത് ചെയ്തിട്ടാ? ട്രെയിൻഡ് അല്ല, ഞാൻ ചെയ്യില്ല. സീരിയസ്ലി ഞാൻ എന്താ ചെയ്യാ? ഞാൻ അവനോട് ചോദിച്ചു ട്രെയിൻഡ് ആണോ അല്ലയോ. അഭിനയം എന്നൊക്കെ പറയുമ്പോ അങ്ങനല്ലേ? അങ്ങനെ ശരിയല്ലേ? എന്തായാലും സംഭവിച്ചു അതിന്റെ തോന്നാൻ പറഞ്ഞു. സീരിയസ്ലി ഞാനെന്താ? ഞാൻ ചോദിച്ചു, അയാളെ ട്രെയിൻഡ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യമാക്കണ്ട. ഇവിടെ വന്നോണ്ട് നമ്മൾ പറഞ്ഞത് ഒരു ചാനലിന്റെ കാര്യത്തിന് വേണ്ടി ചെയ്യാനാണ് പറഞ്ഞല്ലോ. അവനെ ഇടുക്കിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടിച്ചത് അവന് പോരാ, ഇനിയും ഇടിച്ചോളൂ കുഴപ്പമില്ല. അവനാ പറഞ്ഞു ഇടുക്കിന്ന്. അവൻ ഞാൻ ആദ്യം ഇടിച്ചപ്പോ ഞാൻ ഇടിച്ചില്ല. അപ്പൊ അവനാ ഇതൊരു അഭിനയമാണെന്ന് അവര് പറഞ്ഞില്ല. 2 പ്രാവശ്യം പറഞ്ഞില്ല. നിങ്ങൾ സാമാന്യം പക്ഷെ അധികം ഇടിച്ചത് അവനാ പറഞ്ഞു ഇടിക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ അടിച്ചിട്ടില്ല. ഇപ്പൊ അവര് പറയുന്ന അവനെ ഇടിച്ചെന്ന് പറയും. ഞാനാണ് എന്റെ നടക്ക് പോയി നിൽക്കുകയും ചെയ്തു. അവനോട് പറഞ്ഞതാണെന്നേ. ഞാൻ ആദ്യം ഇടിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇത് പോരാ, കുറച്ചും കൂടി ഇടിച്ചോ, കുഴപ്പമില്ല, ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു ട്രെയിൻഡ് അല്ല ആള്, അപ്പൊ അതുകൊണ്ട് വേണോ ചോദിച്ചപ്പോ അവനെ ഇടിച്ചോന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവൻ വന്ന് പറഞ്ഞ അങ്ങനൊന്നും അല്ല കേട്ടാ. അവൻ വലിയ പുലിയാണെന്ന് പറഞ്ഞ. അവൻ ട്രെയിൻഡ് ഒന്നും അല്ല. അവന് ട്രെയിൻഡ് അല്ല. അവൻ അറിയാൻ പാടില്ലെന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇടിച്ചിട്ടില്ല അധികം, അത്ര സീരിയസ് ആയിട്ടൊന്നും ഇടിച്ചിട്ടില്ല. അതൊന്നും അവനോട് പറഞ്ഞു കാണുന്നില്ലായിരിക്കും. ആര് അവന്റെ കണ്ടീഷനൊക്കെ ഞങ്ങൾ അറിയണ്ടായിരുന്നു. അവനിത് ഏറ്റതല്ലേ, ഏറ്റ ആൾക്കാര് മോളെ അവനെ ഒരുപാട് ഇടിച്ചൊന്നുമില്ല ഞാൻ കണ്ട അല്ലേ. നിങ്ങൾ അങ്ങനെ പിന്നെ സംസാരിക്കാതെ അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ. ബാക്കി അപ്പോഴാണ് ഞാൻ പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അവനോട്, ഞാൻ ഇടിക്കുന്നില്ല, എനിക്ക് നല്ല പവർ ഉണ്ട്, നീ ട്രെയിൻഡ് അല്ല ചോദിച്ചു. അപ്പൊ അവൻ തന്നെയാ പറഞ്ഞേ നല്ല ഇടിച്ചോ. ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞല്ലോ
ഞാൻ അധികം ഇടിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചേല്ലു. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല ഇടിച്ചോ എന്ന് പറഞ്ഞു. അത് അടിച്ചതേ ഇല്ലു. നമ്മള് ഈ തമാശക്ക് തെളിയാലും ചിലപ്പോ ഉരുണ്ടുകൂടി ചത്തുപോയി കഴിഞ്ഞാൽ കേസ് കൊലപാതക കേസ്. അതൊന്നും ഇപ്പൊ രണ്ടടി ഈ കൊച്ചടിച്ചു, ഞാനത് കണ്ടു. ചാനലുകാർക്ക് ഇത് എടുത്തിട്ട് പോവാം. നമ്മൾ നിങ്ങൾ കണ്ട് നോക്കി നമ്മൾ കണ്ടോണ്ട് നിൽക്കല്ലേ, നമ്മളും സാക്ഷികളാവൂലേ? കേസാക്കണമെന്ന് ആരാ പറഞ്ഞു? ഹോസ്പിറ്റലിൽ പറഞ്ഞത് പോലീസ് വന്നെടുക്കാതെ അങ്ങനത്തെ ഇഞ്ചുറി ഒന്നും എടുക്കത്തില്ല പറഞ്ഞു. തല്ലിക്കൊല്ലുമായിരുന്നു ഇത്. രണ്ടടി നിങ്ങൾ രണ്ടടിയല്ലേ അടിച്ചുള്ളൂ. അത് ഞാൻ ബാക്കി അടിച്ച അടി തന്നെ ഇല്ലല്ലോ, വേറെ ഈ ശരിക്കും അത് ഏറ്റിട്ടുണ്ട്, അടി എവിടെ ഏറ്റിട്ടുണ്ട്. അതാണ് എല്ലാവരും ഇങ്ങനെ നടന്ന് കളിക്കുന്നില്ല. അവൻ എന്നെ തല്ലാൻ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇയാൾ വല്ല സീരിയസ് ആയിട്ട് വല്ലതും തിരിച്ചു കാണും, അല്ല അങ്ങനെ പറ്റും. അവനോട് ചോദിച്ചു, ഞാനിപ്പോ ബ്രേക്ക് എടുത്തപ്പോ ചോദിച്ചു, അവൻ തന്നെയാ പറഞ്ഞ ഇല്ല ഇടിച്ചോളൂ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ എന്താ അങ്ങനെ ഇടിക്കണേ? മോശമല്ലേ? ഇത്ര ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന മോശമല്ലേ? അല്ല, അവൻ ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു. ബാക്കി പ്രശ്നമില്ലാന്ന് അയാൾ ആ ചെറുക്കൻ പറഞ്ഞ് ഇടിച്ചോളാൻ പറഞ്ഞു. 1-2 ഈ പെണ്ണ് ഇടിക്കുന്നത് ഞാൻ കണ്ടതുമാണ്. ആ കൊച്ചിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൊലപാതക കേസ് വരുവാണെങ്കിൽ 6 പേര്, കൊലപാതക കേസ് വരുവാണെങ്കിൽ 6 പേര്. ചാനലുകാർ ക്യാമറമാൻ പറയുന്നത് എന്തേട്ടാ എന്തിനേക്കാളും കാര്യമാണ് അവനെ അടിച്ചു. പക്ഷെ അടിച്ചത് കൊണ്ടാന്ന് എനിക്കറിയില്ലല്ലോ. കേസിനെ കുറിച്ച് ഇവര് വിളിച്ചിട്ടല്ലേ നമ്മള് വന്നേ? നീ എന്താ പറയാത്തൊന്നും? ഞങ്ങക്ക് പറയാനുള്ള ഇടികൊണ്ട് ആള് താഴുന്നുണ്ട്. കരഞ്ഞു പോയി, വിഷമിച്ചല്ലേ? ഇവരെല്ലാരും ഉണ്ടായിരുന്നു, എല്ലാരും പങ്കാളികളായിരുന്നു. സീരിയസ്ലി അവൻ ശരിക്കും ചത്തുന്ന് വിചാരിച്ചു. എന്നൊരു കൊലപാതക കുറ്റത്തിന് കേസ് കൊടുക്കും വിചാരിച്ചു. ഇങ്ങനൊരു അത് അവൻ വീണത് ശരിക്കും നല്ല വീണേ, ബോധമില്ലാണ്ട് എങ്ങനെ കിടന്നു. എന്തൊരു കരച്ചിലാ. പക്ഷേ വളരെ ദുർഘടമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയല്ലേ? പിന്നല്ലാതെ ഇപ്പോഴും അതിന്റെ ഒരു വെപ്രാള ശ്വാസം മുട്ടലുണ്ട്. വീഡിയോ കണ്ടപ്പോ ഒന്നും കൂടി തുടങ്ങി. ഇടയ്ക്ക് ഇടിച്ചു എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോ ഇല്ല ഞാൻ അതവിടെ നിൽക്കുന്ന റെഫറി വരെ മാറ്റി പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് ഡൗട്ടായി. ആദ്യം പിന്നെ നിങ്ങൾ തമ്മിൽ ചെറിയ ഫൈറ്റ് ഉണ്ടായല്ലോ, അതിൽ ഈ പയ്യൻ താഴെ വീണു. അപ്പൊ റെഫറി എന്താ പറയുന്നുണ്ട്, ഇല്ല സ്ലിപ്പായി വീണതാണെന്ന്. ഫ്രണ്ട്സിന്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞത് അല്ലേ? നിങ്ങളോട് ഒന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അത് പറഞ്ഞപ്പോ അപ്പോഴും മിണ്ടാതെ നിൽക്കുകയും ചെയ്തു.
അത് ശരിക്കും വീഴ്ത്തിയതായിരുന്നു. കാല് വെച്ച് തള്ളിയിട്ട് അത് അതാ പിഞ്ച് പൈതലിന്റെ. അയ്യോ, അത് പിഞ്ചു പൈതല്. ഓ, അവന്റെ അഭിനയം സൂപ്പറായിരുന്നു. ഇതുപോലെയൊക്കെ വെച്ച് ഇടിച്ച ആള് തട്ടിപ്പോ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഭാവിനെ ഒരു നിമിഷം ആലോചിച്ചു. അതായത് എനിക്ക് വല്ല കൊലക്കുറ്റത്തിന് എന്തെങ്കിലും ആയി എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഐ മീൻ, അതായത് വേറെ എന്തെങ്കിലും ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവില്ല, അങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ട്. ഒരു നിരപരാധി മരിച്ചുപോയതല്ല വിഷയം. എനിക്ക് അല്ലേ, മനുഷ്യനല്ലേ, കുറച്ചൊക്കെ സെൽഫിഷ് ആവുമല്ലോ. ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കയ്യിലുള്ളത് കൊണ്ടും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ധൈര്യം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. അതുപോലെ നിങ്ങളുടെ ഈ സുഹൃത്തുക്കളുടെ ഈ സൗഹൃദവും അതുപോലെ വീട്ടുകാരുടെ സപ്പോർട്ടും എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കുക. ഞങ്ങൾ അറിയിക്കേണ്ട വിലാസം: ഇതുപോലെ പ്രശ്നങ്ങളെ വളരെ സംയമനത്തോടെ നേരിടുന്നവരാണ് ടേക്ക് ഇറ്റ് ഈസിക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത്. കൂടുതൽ സർപ്രൈസുകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. Ba